നമസ്കാരം, ഞാൻ അന്ന. ഷായിച്ചേരോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു 3 വർഷമായി പരിചയപ്പെട്ടിട്ട് ഈ 3 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഷായിച്ചേരുടെ അടുത്ത് ഞങ്ങൾ കേട്ടിരിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് ഗവേൺസ് എന്ന് പറയുന്നൊരു വാക്കാണ്. എന്താണ് ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് എന്ന രീതിയിൽ ഈ ഗവേൺസ് എന്ന് പറഞ്ഞ വാക്കിന് ഇത്ര പ്രസക്തി കൊടുക്കുന്നതിന്റെ കാരണം എന്താണ്? അങ്ങനെ എപ്പോഴും ഞാൻ പറയാറില്ല, ബിസിനസിന്റെ കാര്യങ്ങളും ഫെയിലിയേഴ്സും വരുമ്പോൾ പറയാറുണ്ട്. അപ്പൊ ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു വാക്കാണ് ഗവേണൻസ്. കാരണം എൻ്റെ മേഖല എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ബിസിനസ്സുകളെ നഷ്ടം വരാണ്ട്, ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ, കാരണം ഒരു ബിസിനസ് തുടങ്ങി ഒരു മാർക്കറ്റിംഗ് സെറ്റപ്പ് എല്ലാം എടുത്ത് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് റിസ്ക് എടുത്ത് ശരിക്കും വലിയ റിസ്ക് ആണ് എടുക്കണേ. അതെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഒന്നും തിരിച്ചു കിട്ടില്ലല്ലോ. അതിന് പകരം ഈ ആൾക്ക് ബാങ്കിൽ ഇട്ടാലും മതിയായിരുന്നു. പക്ഷേ ഈ റിസ്ക് എടുത്ത് ചെയ്യുന്ന കാര്യത്തിൽ നമ്മളൊരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ട് ഉള്ളിൽ വരുന്നു, നമ്മുടെ ബുക്സിൽ വരുന്നു, നമ്മുടെ അക്കൗണ്ടിൽ വരുന്നു. എന്നിട്ട് ഈ പൈസ കളയാണ്ട് നോക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും വേണം. അപ്പൊ അതിൻ്റെ അകത്തൊരു ഈ ഒരു ഏരിയ വരുമ്പോഴാണ് ഗവേണൻസിന്റെ ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതായത് ഈ സ്ഥാപനങ്ങൾ ഞാൻ മാർക്കറ്റ് ബിസിനസ് കൂട്ടണമെന്ന് പറയുന്നില്ല, പ്രോഫിറ്റ് കൂട്ടണമെന്ന് പറയുന്നില്ല, മാർക്കറ്റ് ഷെയർ കൂട്ടണമെന്ന് പറയുന്നില്ല, ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യണമെന്ന് പറയുന്നില്ല. ആദ്യം ചോദിച്ച മാതിരി ഫോറിൻ കൺട്രീസിൽ വേണ്ട, നിങ്ങളിപ്പോൾ എന്താണ് നിലവിലുള്ള ടേൺ ഓവർ, നിലവിലുള്ള സെറ്റപ്പ് അതേപടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അത് ഓടിച്ചുകൂടെ? അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതാണ് പോയിന്റാണ് ഇത്. അത് മുഴുവനായിട്ടില്ല, എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഞാനൊരു കോൺസെപ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തട്ടി വേടാന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു. കാരണം ഈ ഗവേണൻസ് നമുക്ക് മാനേജ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ട്, ഗവേണൻസും ഉണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്, മാനേജ് ചെയ്യുക. ഒരു ഓർഗനൈസേഷന്റെ മാനേജ് ചെയ്യുക. അതിപ്പോൾ ഗുഡ് മാനേജ്മെന്റ്, ബാഡ് മാനേജ്മെന്റ്, റീസണബിളി മീഡിയം മാനേജ്മെന്റ്, പല രീതിയിലും മാനേജ് ചെയ്യാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദിസ് തിങ്. പക്ഷെ ഗവേണൻസ് എന്ന വാക്കിന് കുറച്ചുകൂടി ഡെപ്ത് നോളജ് മീനിങ് ഉണ്ട്. അത് വേണ്ട രീതിയിൽ നടത്തുക, നന്നായിട്ട് നടത്തുക, സിസ്റ്റം ഓറിയന്റഡ് ആണ്. വേണ്ട രീതിയിൽ എങ്ങനെയാണോ ഈ സപ്പോസ് ടു റൺ ദീസ് അതുപോലെ റൺ ചെയ്യുക എന്നുള്ളത്. അതുപോലെ റൺ ചെയ്താൽ ഗുണം, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇനി എന്നെ ചോദിച്ച പോലെ ഗവേണൻസിനെ പറ്റി പറയുമ്പോൾ പല ഗവേണൻസ് ഞാനൊരു ഐഡിയ ഇട്ട് വെച്ചിരിക്കുന്നത് തന്നെ നമുക്ക് പല ഗവേണൻസ് ഉണ്ട്. അപ്പം പേപ്പറുകളിലൊക്കെ വായിക്കുന്നവർക്കും അല്ലാത്തവർക്കും അറിയാം കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ടോ? മലയാളത്തിലും പേപ്പറുകളിലും ബിസിനസ് മീലുകളിലെല്ലാം. എന്താണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ്? ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കമ്പനികൾ ആ ഒരു കുറച്ചൊരു ലെവൽ കൂടിയ ഒരു ഓണ്ടർപ്രണർഷിപ്പ്. അത് ഗവേണൻസ് എന്നുള്ള വാക്ക് ഗവൺമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ് യൂസ് ചെയ്യുന്നത്, സെബി ആണ് യൂസ് ചെയ്യുന്നത്. ഗവേണൻസ് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല. പക്ഷെ അത് കോർപ്പറേറ്റ് ഗവേണൻസാണ്. എന്തുകൊണ്ടാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയാൻ കാരണം? ഈ കോർപ്പറേറ്റ് ഗവേണൻസിന് ഗവൺമെന്റ് പല രീതിയിൽ കുറെ റൂൾസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഇങ്ങനെ വേണം ഈ കോർപ്പറേറ്റ് ഓടിക്കാനായിട്ട്, മിനിമം ഈ ലെവൽ, ഇതിൽ നന്നായിട്ട് നിങ്ങൾ ഓടിച്ചോ, മിനിമം ഈ ലെവലിൽ ഓടിക്കണം. എങ്ങനെയുള്ളവരോടാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് പറയണത്? അതായത് പബ്ലിക് മണി എവിടെ ഇൻവോൾവ് ആണോ, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മണി, പബ്ലിക് ബാങ്കിൻ്റെ മണി, അങ്ങനെയുള്ള IPOs പോയ കമ്പനി. അപ്പോൾ പബ്ലിക് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ആരെ വിശ്വസിച്ച്? ഈ കമ്പനിനെ വിശ്വസിച്ച്. ഈ കമ്പനിക്ക് പബ്ലിക് മണി കൊണ്ടുവരുമ്പോൾ അത് പുറത്തു പോകാണ്ട് നഷ്ടപ്പെടാണ്ട് നോക്കേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്? ഗവൺമെന്റ്. അപ്പോൾ ഗവൺമെന്റ് ഡിഫറെന്റ് ഏജൻസി, ഡിഫറെന്റ് മെഷീനറി വഴി ഇത് ഗവേൺ ചെയ്യിക്കുകയാണ്. അതിലേക്ക് കുറേ റൂൾസ് ഉണ്ട്. അതായത് അതിൻ്റെ ഡയറക്ടർ ബോർഡ് ഇങ്ങനെ ആയിരിക്കണം, അതിൻ്റെ മാനേജിങ് ഡയറക്ടർ ഇങ്ങനെ ആയിരിക്കണം, എത്ര പേര് അതിൻ്റെ അത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് കാണണം. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒന്നിൽ നമ്മൾ ഷെയർ ഹോൾഡറുള്ള ഡയറക്ടർ ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, ആ ഡയറക്ടർ അതിൻ്റെ അകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതൊരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഈസ് ടോട്ടലി ഇൻഡിപെൻഡൻറ്റ്. പുള്ളി ആ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഇത്ര പെർസെൻറ്റേജ് വേണം, ഓഡിറ്റ് ഇന്ന ആളുടെ കൺട്രോളിൽ വേണം, അപ്പോയിൻമെൻറ്റ്സ് കൺട്രോളിൽ വേണം, അപ്പോൾ ഒരു റെമ്യൂണറേഷൻ ഒരു കൺട്രോൾ വേണം. ഇതെല്ലാം കൺട്രോളിൽ ഈ പബ്ലിക് മണി വെച്ചിട്ട് അത് മിസ്മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ then വീണ്ടും നമ്മൾ പല ഹിസ്റ്ററികൾ റിപ്പീറ്റ് ചെയ്യും. ഇത് കമ്പനിയുടെ ഓണർ ഞാനാണെങ്കിലും എൻ്റെ മുകളിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും. ബിക്കോസ് നമ്മൾ പബ്ലിക് മണി എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. അത് കംപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. കംപ്ലൈ ചെയ്തെന്നുള്ള ഒത്തിരി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിൻ്റെയും മറ്റവരുടെയും കമ്പനി സെക്രട്ടറിയുടെയും ഇവരുടെ എല്ലാം സെബിയുടെയും ഒക്കെ റൂൾസ് ഉണ്ട്. ആ റിട്ടേൺസും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്ത് ഇൻഷുർ ചെയ്യണം. അല്ലെങ്കിൽ ഹ്യൂജ് പെനാൽറ്റിയും കൺട്രോൾ അതിൻ്റെ മുകളിൽ വരും. ഇതിൻ്റെ ലക്ഷ്യം ഒന്നും മാത്രമേ ഉള്ളൂ, പബ്ലിക് ഈ കമ്പനി വിശ്വസിച്ചിട്ടേക്കണം. പബ്ലിക് മണി ഇൻവോൾവ് ആണെങ്കിലും ഇത്ര കോടി ടേൺ ഓവർ കൂടുതലുള്ള കമ്പനികൾക്കെല്ലാം ഇത് ബാധകമാണ്.
അതവിടെ നിൽക്കട്ടെ. തൽക്കാലം നമ്മളെ നോർമൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഫാമിലി ബിസിനസ്സിന് കൂടുതൽ ആപ്ലിക്കബിൾ അല്ല ഈ കൺസെപ്റ്റ്. അതായത് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് കൺസെപ്റ്റ് നമുക്ക് എന്തുകൊണ്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നുകൂടാ? അതായത് ഈ നിയമങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ പഴയ കാലത്ത് പറഞ്ഞ കട്ടിൽ ചെറുതാണെങ്കിലും കാല് നാലും വേണം എന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ 100 കോടിയാണെങ്കിലും 50 കോടിയാണെങ്കിലും 50,000 കോടിയാണെങ്കിലും ബിസിനസ്സിൻ്റെ റൂൾസ് സെയിം അല്ലേ? അപ്പോൾ ആ ഗവേണൻസ് ബിസിനസ് ഗവേണൻസ് ആയിട്ട് നമ്മൾ കൊണ്ടുവരണം. അതായത് നന്നായിട്ട് ബിസിനസ് നടത്തിക്കണം. ഈ ബിസിനസ് നടത്തിക്കണേ അവിടെ എന്തെല്ലാം റൂളുകൾ വെച്ചിട്ടുണ്ടോ അതിൽ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാവുന്ന റൂളുകൾ നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ വെൽ റൺ കമ്പനിയാവും. ഓക്കെ. ഇപ്പം ഷായ് ചേട്ടനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു കമ്പനി, ആ കമ്പനിയിൽ ഷായ് ചേട്ടൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ ബിസിനസ് ഗവേണൻസ് എന്ന് പറയുന്ന ടേം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഈ ഗവേണൻസ് കറക്റ്റ് ചെയ്യണമെങ്കിൽ അത് അതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകതയുണ്ട്. അത് മുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ മാനേജ്മെൻറ്റ് അതിന് മനസ്സിൽ റെഡി ആവണം. അതിൻ്റെ ഡയറക്ടർ ബോർഡ് നല്ലൊരു ഡയറക്ടർ ബോർഡായിരിക്കണം. ഇൻഡിപെൻഡൻറ്റ് പുറത്തുനിന്നുള്ള പ്രൊഫഷണൽസ് അതിൻ്റെ അകത്ത് വേണം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ് അവിടെ വേണം. മീറ്റിങ്ങുകൾ റെഗുലർ ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും അവിടെ കൊണ്ടുവന്ന് ചർച്ച ചെയ്യണം. എടുത്ത തീരുമാനങ്ങൾ നടത്തണം. ഇത് താഴേക്ക് മുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ഇതൊരു വളരെ സോളിഡ് കൺസോളിഡേറ്റഡ് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഈ ഗവേണൻസ് സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. ദെൻ കംസ് ഈ ചെക്സ് ആൻഡ് മെഷേഴ്സ്. അതായത് പൈസകൾ പല സ്ഥലത്തും പൈസ സൈഫൺ ഔട്ട് ചെയ്തു പോയി, അങ്ങോട്ട് കൊണ്ടുപോയി, ഇങ്ങോട്ട് കൊണ്ടുപോയി, അത് കൊണ്ടുപോയി, ഇത് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ഈ ഗവേണൻസ് സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ്. ഇപ്പോൾ വലിയൊരു ഗുണം കിട്ടിയിരിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി നിയമങ്ങൾ സാധാരണക്കാരനും വന്നു കഴിഞ്ഞു. ക്യാഷ് ട്രാൻസാക്ഷൻസ് അത് ഒത്തിരി കുറഞ്ഞതുകൊണ്ട് അക്കൗണ്ട് പേയിൽ വരുമ്പോൾ നമുക്ക് എന്തായാലും ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അക്കൗണ്ട് പേ പോകുമ്പോൾ എന്ന് വെച്ചാൽ ഗവൺമെൻറ് നമ്മുടെ എക്കോണമിക്ക് നല്ലതാണ്. കാരണം ഈ അക്കൗണ്ട് പേ പോകുമ്പോൾ ടാക്സ് സിസ്റ്റത്തിലൂടെ വേണ്ടി കയറി ഇറങ്ങി പോകാനായിട്ട്. അപ്പോൾ ഒരു പാരലൽ എക്കോണമി ഉണ്ടാവില്ല. അപ്പോൾ ഒരു നല്ലൊരു ബിസിനസ് ഗവേണൻസ് സിസ്റ്റം കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ഇൻഡിവിജ്വലിൻ്റെ നേഷനോടുള്ളൊരു കടപ്പാടും കൂടെ കൂടിയാണ്. ഇത് കൊണ്ടുപോകാണ്ട് കമ്പനിക്ക് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ ഫാമിലി, അവരുടെ ജീവിതം, അവരുടെ ഫ്യൂച്ചർ, ഇതെല്ലാം നമ്മൾ ടേക്കിംഗ് ഫോർ എ റൈറ്റ്. അവർക്കൊരു റോളും ഇല്ല. അവർക്ക് ശരിക്കും മാനേജ്മെന്റ് ഉത്തരവാദിത്തമാണ് റൺ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കണേ. അതായത് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു നല്ലൊരു ഗവേണൻസ് സിസ്റ്റം വിത്ത് ചെക്ക് ആൻഡ് മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേമിൽ ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മൾ പഴയ ഡിസ്കഷനിൽ പറഞ്ഞ മതി ബിസിനസ്സിലേക്ക് വരുമ്പോഴും ഇത് തീർച്ചയായിട്ടും ഫാമിലി ഗവേണൻസ് തന്നെയുണ്ട്. ഫാമിലിയിൽ ഒരു നിയമമുണ്ട്. എങ്ങനെ വേണം, ആരായിരിക്കണം ഹെഡ് ചെയ്യണേ, ആരായിരിക്കണം ഇത് ചെയ്യണ്ടേ, മീറ്റിങ്ങുകളൊക്കെ എങ്ങനെ കൂടണം, എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം, ഈ തീരുമാനങ്ങൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം, ഈ തീരുമാനങ്ങൾ എങ്ങനെ ബിസിനസ്സിലേക്ക് ആര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ 12 മെമ്പേഴ്സുള്ള ഒരു ഫാമിലിയിൽ 12 പേരും ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോയി എങ്ങനെ ഇരിക്കും? നടക്കില്ല. അപ്പോൾ ഇതിൽ പല തിങ്കിങ്ങുള്ള അവസാനം ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ കൺട്രോൾ ഫാമിലി. ചുരുക്കം പറഞ്ഞാൽ ഒരു 3 ഗവേണൻസ് സിസ്റ്റംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോർപ്പറേറ്റ് ഗവേണൻസ് ഓൾറെഡി ഇറ്റ്സ് ഇൻ പ്ലേസ്. ഈ ഫാമിലി ഗവേണൻസും ബിസിനസ് ഗവേണൻസും നമ്മുടെ ഒരു ഓപ്ഷനാണ് ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ്. അങ്ങനെ ചെയ്യുന്നവർക്ക് ശരിക്കും സർവൈവലും ഗ്രോത്തും എല്ലാ ക്വാളിറ്റീസും തികഞ്ഞ് ഗ്രോത്തിലേക്ക് നമുക്ക് എത്താം. നാളെ നമ്മുടെ പുതിയ തലമുറയിലേക്ക് കൊടുക്കുമ്പോഴും വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. അതിന് മുമ്പ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ചിലർ ഫെയിലിയർ ആവുന്നത്, എന്തുകൊണ്ടാണ് ചിലർ സക്സസ്ഫുൾ ആവുന്നത്? ഇതൊക്കെ തന്നെയാണ് അതിന്റെ കാരണം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ചോദിക്കട്ടെ. ഇപ്പൊ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാണുന്ന ഒരു ഫാമിലിയാണ് അംബാനി കുടുംബം. ഇവരുടെയൊക്കെ കുടുംബത്തില്, കാരണം ഫാമിലി ബിസിനസ് ആണ് അവരെല്ലാം, പക്ഷെ കുടുംബപരമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഇവരെല്ലാവരും ഈ ഒരു ഗവേണൻസിനെയൊക്കെ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്തിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ഒത്തിരി അംബാനി പോലെ തന്നെ ഒത്തിരി ഫാമിലീസ് നമ്മൾ കേരളത്തിൽ കണ്ടുപിടിക്കാൻ വളരെ കുറവാണ്. പക്ഷെ ഇവിടെ ബിസിനസ്സും റിലേറ്റീവ്ലി കുറവായതുകൊണ്ടായിരിക്കും. എസ്പെഷ്യലി നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ ടു സർട്ടൻ എക്സ്റ്റെന്റ് വളരെ നന്നായിട്ട് ഫാമിലി ഗവേണൻസും കോർപ്പറേറ്റ് ഗവേണൻസ് എല്ലാം സക്സഷൻ പ്ലാനിങ് എല്ലാം ചെയ്തു പോകുന്ന ഇതെല്ലാം 100% വിജയിക്കണമെന്നൊന്നുമില്ല. പക്ഷെ ദി ഇന്റൻഷൻ ഇസ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ്. പിന്നെ അവർ പല ഗ്രൂപ്പുകളും ഇത് കോംപ്രമൈസ് ചെയ്യാറുമില്ല. ദേ ഹാവ് ടു ടേക്ക് സംടൈംസ് അവർക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ഫാമിലി ആണോ വലുത്, ബിസിനസ് ആണോ വലുത്, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഇത് ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കും, ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, കേസ് സ്റ്റഡീസ് ഒക്കെ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. വളരെ ക്രൂഷ്യൽ ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരാളുടെ ഇൻട്രസ്റ്റിലായിരിക്കും കമ്പനി നശിക്കാൻ പോകുന്നത്. പക്ഷെ അത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് എടുക്കണം, ഒരു ചലഞ്ചായിട്ട് എടുക്കണം. കാരണം ഈ ബിസിനസ് ഉണ്ടെങ്കിൽ എത്രയോ ആൾക്കാർ, എത്രയോ ഫാമിലീസ്, എത്രയോ ഇത് എന്നാണ് സർവൈവ് ചെയ്യണമാണ് ഒരു ബിസിനസ് വഴി. അപ്പം അതുകൊണ്ട് ഈ ഗവേണൻസ് സിസ്റ്റത്തിൻ്റെ ഫുൾ സ്പിരിറ്റിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ ഫാമിലിക്കും ബിസിനസ്സിനും അതിനൊരു റൂളും ഗൈഡൻസും ഉണ്ട്. അത് ഫോളോ ചെയ്യാനുള്ള മനസ്സും
അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ചാനലും ഉണ്ടെങ്കിൽ ഡെങ്കു പറഞ്ഞ പോലെ ചട്ടിയും കലവും തട്ടാതെ മുട്ടാതെ ഈ മുട്ടിയാൽ തന്നെ അതിന് മിനിമം അതെ ചളങ്ങയല്ല, ഒരു എൻജോയ്മെന്റ് ആയിട്ട് എടുത്താൽ മതി, അത്രേ ഉള്ളൂ. ശരി, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ ഗവേൺസിനെ കുറിച്ച് പറഞ്ഞു, ഇതില്ലാത്തത് കൊണ്ടാണോ നമ്മുടെ സഹകരണ ബാങ്കുകളിലും അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരുപാട് ന്യൂസുകൾ ഇപ്പൊ വരുന്നുണ്ട്, ഇങ്ങനൊരു ന്യൂസ് വരുന്നത് ഈ ഒരു ഗവേൺ സിസ്റ്റം ഫോളോ ചെയ്യാത്തത് കൊണ്ടാണോ? ഇതൊരു വളരെ റിലവന്റ് കറന്റ് ക്വസ്റ്റ്യൻ ആണ്. അതെ അതെ, തീർച്ചയായിട്ടും. അത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ യെസ്. എന്തുകൊണ്ടായിരിക്കും അപ്പോൾ അത് ചെയ്യാത്തത്? ആ ലാക്ക് ഓഫ് പ്രൊഫഷണലിസം, ലാക്ക് ഓഫ് സിസ്റ്റം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം മാനേജ്മെൻറ്റിനാണ്. ഈ കോർപ്പറേറ്റ് ബാങ്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ് മാനേജ്മെൻറ്റ്? അവിടുത്തെ എലക്റ്റഡ് മെമ്പേഴ്സാണ്. അതൊരു ഫാമിലി ബിസിനസ് അല്ല, എലക്റ്റഡ് മെമ്പേഴ്സാണ്. ഈ പ്യുവർലി എലക്റ്റഡ് മെമ്പേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കി, നല്ലൊരു ഗവേണൻസ് സിസ്റ്റം വഴി ഈ സംഗതികൾ, ഈ ബിസിനസ് ഓടിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കോർപ്പറേറ്റ് സൊസൈറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ 2 രീതിയിലുള്ള ഇൻകമാണ് അവർക്കുള്ളത്. ഒന്ന് ചിട്ടിയോ എന്തെങ്കിലും കാണുമായിരിക്കും, 2 ഡിപ്പോസിറ്റ്. ഇത് രണ്ടും ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പൈസയാണ്. ഈ പൈസ നമ്മൾ ലെൻഡ് ചെയ്ത് അല്ലെങ്കിൽ വേറൊരു അടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉത്തരവാദിത്വം. അതിന് പകരം ഈ ക്യാപിറ്റൽ തന്നെ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? അപ്പോൾ ഗവേണൻസ് സിസ്റ്റത്തിനാണ് അങ്ങനെ പൈസ ഒരു കാലത്തും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ബാങ്കിങ് സിസ്റ്റം നോക്കുക. നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിൽ കുറച്ച് ബാഡ് ഡെറ്റ്സും NPS ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് റിലേറ്റീവ്ലി കുറഞ്ഞു വരുവാണ്. എന്തുകൊണ്ടാണ്? ഗവേണൻസ് സിസ്റ്റം കുറച്ചുകൂടെ സ്ട്രോങ് ആയി വരുന്നുള്ളൂ. അല്ല, ഒരുപാട് സഹകരണ ബാങ്കുകൾ വളരെ സക്സസ്ഫുൾ മോഡലുകൾ മുമ്പോട്ട് നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. ഒത്തിരി നന്നായിട്ട് ചെയ്യുന്നു. ഇതൊരു ബാക്ക് ബോൺ ആണ്. ഇതിന്റെ പർപ്പസ് ഓൾ ഡിഫറെന്റ്, നല്ലൊരു പർപ്പസാണ്, എല്ലാം ശരിയാണ്. പക്ഷേ യു റൈറ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് റൺ ചെയ്യാത്തതുകൊണ്ട്, ഗവേൺ ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആർക്കും കിട്ടില്ലല്ലോ എടുത്തു പോകാനായിട്ട്. പിന്നെ ഇല്ലിറ്ററേറ്റ് ആൾക്കാരാണ് മുഴുവൻ. അവിടെ പേഴ്സണൽ ബിലീഫിൻ്റെയും പേഴ്സണൽ ട്രസ്റ്റിൻ്റെയും പുറത്താണ് അധികം പോകുന്നത്. പക്ഷെ അതൊക്കെ മിസ്ട്രസ്റ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പം നമ്മൾ ഈ മീഡിയയിലൊക്കെ വരുന്നത് ശരിയാണെങ്കിൽ വലിയൊരു ട്രാജഡിയാണ്. ശരിക്കും വരാൻ പാടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്ത് മുടക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു തുകയാണ്, ഡെപ്പോസിറ്റ് ചെയ്യുന്നൊരു തുകയാണ്. പിന്നെ അവർക്ക് ആ ഓപ്പർച്യൂണിറ്റി, നമ്മളിപ്പോൾ കോടികൾ ഉണ്ടായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തവരല്ല അല്ല കയ്യിൽ 10 ലക്ഷം ഉണ്ടെങ്കിൽ 10 കൊണ്ടുപോയി അതും 10, 30, 40 വർഷം വർക്ക് ചെയ്തിട്ട് അതിൽ നിന്നുണ്ടായി കിട്ടുന്ന ബെനിഫിറ്റ്സോ എല്ലാം നമുക്ക് വയസ്സാകുമ്പോൾ ആവശ്യം വരണം എന്ന് പറഞ്ഞ് ഡെപ്പോസിറ്റ് ചെയ്തവരൊക്കെയാണ് നമുക്ക് മീഡിയ എന്നൊക്കെ മനസ്സിലാവണം. കറക്റ്റ് കേസ് നമുക്ക് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. എന്നാലും ആ ഗവേണൻസ് സിസ്റ്റത്തിന്റെ ഫെയിലിയർ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഈ ഗവേണൻസ് സിസ്റ്റം ഒരിക്കൽ സെറ്റ് ചെയ്ത് വെച്ചാൽ എത്ര ഇലക്ടഡ് മെമ്പേഴ്സ് മാറി വന്നാലും ആ സിസ്റ്റം മാത്രം ഫോളോ ചെയ്താൽ പോരെ? കറക്റ്റ്. അതാണ് ഇപ്പൊ എന്നെ കുറച്ച് മുമ്പ് ചോദിച്ചില്ല, ചില സൊസൈറ്റീസ്, ചില കോർപ്പറേറ്റ് ബാങ്ക്സ് നന്നായിട്ട് പോകുന്നുണ്ടോ വെച്ചാൽ അതൊരു കൾച്ചർ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അന്നുണ്ടായിരുന്ന ആൾക്കാർ കൾച്ചർ ഡെവലപ്പ് കഴിഞ്ഞു. ആ കൾച്ചർ കണ്ടിന്യൂസ്. അത് ബ്രേക്ക് ചെയ്യാൻ നോട്ട് സോ ഈസി. അതേസമയത്ത് കുറച്ച് പ്രശ്നമുള്ളൊരു സ്ഥലത്ത് കുറച്ച് മാലിഫൈഡ് റൈറ്റ് ഇൻറ്റൻഷൻ ഇല്ലാത്ത ആൾക്കാരും കൂടെ അതിൻ്റെ അകത്ത് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലത്തെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. ഫൈനലി അത് കൈവിട്ടു പോവും. പിന്നെ അത് വേറൊരു കളർ കൊടുക്കും. വാട്ട് എവർ സെഡാണ് ഇത് ഡിപ്പോസിറ്റേഴ്സ് മണിയാണ്, നമ്മുടെ അല്ലാതെ. ഇവരൊരു ട്രസ്റ്റീസ് അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സാണ്. ആ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ ഡിസ്ചാർജ് ചെയ്യാത്തതാണ് ഏത് മോഡലിലും സംഭവിക്കണേ. ഞാൻ ക്യൂരിയോസിറ്റി ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു സഹകരണ ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ഈ ഒരു ഗവേൺ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഷായ്ചേരി എടുത്ത് വന്നാൽ ഷായ്ചേരി അക്സെപ്റ്റ് ചെയ്യുമോ? അങ്ങനെ താല്പര്യം ഉണ്ടെന്ന് പറയുമോ എന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം ഇത് ഒരു കംഫർട്ട് സോണിൽ നിന്ന് ആൾക്കാരെ മാറ്റുന്ന ഒരു പ്രശ്നം. കാരണം നമ്മളൊരു ഫാമിലി ബിസിനസ് പോലെയല്ല. ഫാമിലി എന്ന് പറയുമ്പോൾ എൻഡ് ഓഫ് ദി ഡേ നമ്മളൊരു അത്താഴം കഴിക്കാൻ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് പല കുടുംബത്തിൽ നിന്ന് വന്ന പല സാഹചര്യത്തിൽ നിന്നാണ്. പക്ഷെ എല്ലാവർക്കും അതിൻ്റെ അകത്ത് റൈറ്റ് താല്പര്യം കാണും. ഇതിൻ്റെ അകത്ത് വേറെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കാണില്ലേ. പല ഇതിൽ നിന്ന് ഒരു എലക്റ്റഡ് ബോഡി അല്ലേ. അപ്പം അത് അങ്ങനെ വന്നാൽ പോലും ഇംപ്ലിമെന്റേഷൻ മേ ബി ഡിഫിക്കൽട്ടായിട്ട് വരും. ഓരോ സ്റ്റേജിലും ചലഞ്ചസ് ആയിരിക്കും. അൾട്ടിമേറ്റ്ലി എത്താൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ ചെറിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ചലഞ്ച്. അപ്പോൾ അവർക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് അതിൻ്റെ അകത്ത് വരും. ഇത് അങ്ങോട്ട് പോയി ചെയ്യാൻ പാടില്ല, ഈ സിസ്റ്റം വരാൻ പാടില്ല, ഈ സിസ്റ്റം വന്ന പ്രശ്നങ്ങളുണ്ടാവും. അതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പബ്ലിക് ബോഡിയിൽ വേണമെന്നില്ല. ഈവൻ ഒരു പ്രൈവറ്റ് കമ്പനീസിൽ പോലും നമ്മൾ അസോസിയേറ്റ് ചെയ്ത് തുടങ്ങി സിസ്റ്റംസ് വരും, അക്കൗണ്ടബിലിറ്റി വരും, ക്വസ്റ്റ്യൻസ് ചോദിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് റെസ്പോൺസിബിലിറ്റി വരും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നല്ലൊരു പങ്കും ഇതിന് എഗൻസ്റ്റായിട്ട്
ഒഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ ഫോർ ഫണ്ടിലോ ഒന്നും ചെയ്യില്ല, അല്ലാണ്ട് തന്നെ അവർ ട്രൈ ടു ഇത് ഇല്ലാണ്ടാക്കാൻ നോക്കും. ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ, ഗവേണൻസ് സിസ്റ്റം ഒത്തിരി ഒത്തിരി എക്സാമ്പിൾസ് എനിക്കുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ വില്ലാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ്. ഒരു ഫേം വില്ലാണ്. കാരണം മാനേജ്മെൻറ്റ് ഇസ് നോട്ട് സോ ഈസി. കാരണം അവർ പിന്നെ ഇത്രയും എംപ്ലോയീസിനെയും ഇത്രയും 10, 15, 20 വർഷമായിട്ട് ഒപ്പം നിന്ന എംപ്ലോയീസാണ്. അപ്പോൾ അവർക്കിടെ ഇൻട്രസ്റ്റും കൂടി കീപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. പക്ഷെ അതിനെല്ലാം വഴികളുണ്ട്. ഈ വിൻ വിൻ സിറ്റുവേഷൻ, ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ചെയ്യാൻ വഴികളുണ്ട്. നമ്മൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അത് പോസിബിൾ ആണ്. പക്ഷെ അത് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ ഓൺട്രപ്രണേഴ്സിനും ഒരു പേടിയുണ്ട്. ഞാൻ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സാധനങ്ങളൊക്കെ തകരാറിലാകും. അപ്പോൾ എനിക്കിപ്പോൾ കോഴിക്കോടേക്ക് പോകണം, പക്ഷേ കൊച്ചിയിലെ ഓഫീസ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ എനിക്കിപ്പോൾ ദുബായിക്ക് പോകണം. പക്ഷേ ഈ ഒരു ഗവേണൻസ് സിസ്റ്റം നമ്മുടെ ഓഫീസിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അല്ല, ഇതിൻ്റെ അകത്ത് ഗവേണൻസ് സിസ്റ്റം മാത്രമല്ല, ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ സംരംഭം പോലത്തെ സ്ഥാപനങ്ങളിലൊക്കെ പേഴ്സണൽ ഇൻവോൾവ്മെന്റ്, പേഴ്സണൽ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സിസ്റ്റം കൊണ്ട് മാത്രം അത് ഓടില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് നമുക്ക് റൈറ്റ് ആൾക്കാരെ സെലക്ട് ചെയ്ത് കൂട്ടത്തിൽ നിർത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നെ രംഗുനെ റീപ്ലേസ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. ഞാൻ വേണമെങ്കിൽ ഒരു കൺസൾട്ടൻസി തരാം, പോസിബിൾ. പക്ഷേ ഇങ്ങനെയുള്ള ഒരു പേഴ്സൺ ഓറിയൻറ്റഡ് ആണ് കുറച്ചൊക്കെ നിങ്ങളുടെ ബിസിനസ്. അപ്പോൾ റൈറ്റ് കെമിസ്ട്രി ഉള്ള റൈറ്റ് ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ എടുത്തിട്ട് നിങ്ങളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അതൊരു ഇതാക്കിക്കൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എക്സ്പാൻഷൻ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. പെട്ടെന്ന് ഇട്ടിട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. അപ്പോൾ സിസ്റ്റംസ് അവിടെ വരണം. സിസ്റ്റം വന്നാൽ മാത്രം പോരാ, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന എൻഷുർ ചെയ്യണം, അത് ചെക്ക് ചെയ്യണം, അത് ലോങ് ടേമിലേക്ക് അത് ഡൈല്യൂട്ട് ചെയ്ത് ഒരു ഭയങ്കര ടെൻഡൻസിയാണ് എന്തുണ്ടാക്കിയാലും ഡൈല്യൂട്ട് ചെയ്ത് കളയണം. 1-2 ദിവസം നടക്കും, അത് ഒരു റിപ്പോർട്ട് ഡെയിലി വേണ്ടതാണെങ്കിൽ ആദ്യം എല്ലാ ദിവസം തരും, അത് കഴിഞ്ഞിട്ട് പിന്നെ 1-2 പിന്നെ അത് ഒരാഴ്ചയിലൊരിക്കലാക്കും, പിന്നെ അത് ഇല്ലാണ്ടാവും, ചോദിക്കുകയില്ല. അപ്പൊ പിന്നെ കുറെ കഴിഞ്ഞ പ്രശ്നം ഉണ്ടാവും, എവിടെ പോയി സിസ്റ്റം ഇരിക്കും. അപ്പൊ ഏറ്റവും നല്ലത് അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണ്ട് സിസ്റ്റംസ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഒരു മോഡോട് കൂടി അതിൻ്റെ അകത്ത് വയ്ക്കണം. കാരണം ഇപ്പോഴത്തെ സംരംഭകർക്ക് എനിക്ക് പണ്ടത്തെ പോലെ അത്ര ഡിഫിക്കൽട്ട്. ഇപ്പൊ ഒരുപാട് CRM പ്രൊഡക്റ്റുകളുണ്ട്, ERP ചെയ്യുന്നുണ്ട്, സോഫ്റ്റ് ടെക്നോളജി നമുക്ക് കുറെ കൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ. അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ളൊരു ഉത്തരവാദിത്വവും നോളജും മനസ്സും മതി, ബാക്കിയെല്ലാം ഈസിയാണ്. എല്ലാം ഈസിയായി, പണ്ടത്തെ പോലെ എല്ലാം ഈസിയായി. പക്ഷെ അവയർനെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവയർനെസ് ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ ഷായിച്ചേട്ടാ വളരെയധികം സന്തോഷം. കാരണം ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് കുറച്ചുകൂടി ഫാമിലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ് ഷായിച്ചേട്ടൻ. അപ്പോൾ ഇനിയും ഒരുപാട് ക്ലയൻസിനെ അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നൊക്കെ കരകയറ്റി ഒരുപാട് ടേൺ ഓവറൊക്കെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കുന്നവരെ നല്ല ബ്രാൻഡ് സ്റ്റോറി ചെയ്യാനും അവരുടെ ബ്രാൻഡിങ്ങിന് വേണ്ടി ഇങ്ങോട്ട് തന്നേക്കും. അതെ. താങ്ക് യു.